നമസ്കാരം. UK ലൈഫ് കോച്ച് മലയാള ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. UK സർക്കാർ കൂടുതൽ ബോറോയും പരിഗണിക്കുന്നതായി പഠനങ്ങൾ. ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ നിക്ഷേപത്തിന് നീക്കം. കുട്ടികൾക്ക് ഓഗസ്റ്റ് മുഴുവൻ ഫ്രീ ബസ് യാത്ര. NHSൽ നിരവധി ജോലി അവസരങ്ങൾ. ജോലി അന്വേഷിക്കുന്നവർക്ക് നിരവധി സാധ്യതകളും. കാലാവസ്ഥയിൽ മാറ്റം. ചൂടിന് പിന്നാലെ മഴയും ഒപ്പം ഇരുണ്ട അന്തരീക്ഷവും UKയുടെ പല ഭാഗങ്ങളിലും വരും ദിവസങ്ങളിലും തുടരും. ചൈൽഡ് അബ്യൂസ്, സെക്ഷൽ അസോൾട്ട്, റേപ്പ് തുടങ്ങിയ കേസുകളിൽ നിയമ നടപടികൾ കൂടുതൽ ശക്തമാകുന്നു. ഗ്രാജുവേറ്റ്സിന് ജോലി സാധ്യതകൾ കുറയുന്നതായി റിപ്പോർട്ടുകൾ. പുതിയ ഗ്രാജുവേറ്റ് ശ്രദ്ധിക്കുക. UKയുടെ പല റോഡുകളിലും പണികൾ തുടരുന്നതിനാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർ ശ്രദ്ധിക്കുക. കേരളത്തിൽ കനത്ത മഴ, വെള്ളക്കെട്ടിനും മണ്ണിടിച്ചിലിനും സാധ്യത. UK മലയാളികൾക്ക് അഭിമാനമായി കൗൺസിൽ രംഗത്തെ നേട്ടങ്ങൾ. യൂറോപ്പിൽ ശക്തമായ ഹീറ്റ് വേവ് തുടരുന്നു. ഇമിഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് റൂൾസ്, സ്കിൽഡ് വർക്കർ വിഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാറ്റങ്ങൾ. വാർത്തകൾ കൂടുതൽ വിശദമായി. UK സർക്കാർ കൂടുതൽ ബോറോയും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, ബിസിനസ് സപ്പോർട്ട് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ സർക്കാർ ബോറോയിങ് റൂൾസിൽ ലഭ്യമായ ഫ്ലെക്സിബിലിറ്റി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ട്രഷറി ആലോചിക്കുന്നതായി ഇന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ബോറോയിങ് കൂടുന്നത് രാജ്യത്തിന്റെ ഡെപ്റ്റ് ലെവലിനെയും ബോറോയിങ് കോസ്റ്റിനെയും ബാധിക്കുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. ഇത് സാധാരണ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് അടുത്ത ബജറ്റിലും സാമ്പത്തിക തീരുമാനങ്ങളിലുമാണ് കൂടുതൽ വ്യക്തമാകുക. കുട്ടികളുടെ സൗജന്യ ബസ് യാത്രാ പദ്ധതി. ഇംഗ്ലണ്ടിൽ 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഓഗസ്റ്റ് മാസം മുഴുവൻ പാർട്ടിസിപ്പേറ്റിംഗ് ലോക്കൽ ബസ് സർവീസിൽ സൗജന്യ യാത്ര ലഭിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലുള്ളത്. സമ്മർ ഹോളിഡേയ്സിൽ കുടുംബങ്ങളുടെ ട്രാവൽ ചെലവ് കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഓഗസ്റ്റ് ഹോളിഡേയ്സിൽ കുട്ടികളുമായി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുടുംബങ്ങൾ ലോക്കൽ ബസ് ഓപ്പറേറ്ററിന്റെ ടേംസ് പരിശോധിക്കുന്നത് നല്ലതാണ്. ഗ്രാജുവേറ്റ്സിന് ജോബ് കുറയുന്നു. പുതിയ ഗ്രാജുവേറ്റ് ശ്രദ്ധിക്കുക. പുതിയ ഗ്രാജുവേറ്റ്സിന് ട്രെയിനിംഗ് നൽകുന്ന ഗ്രാജുവേറ്റ് സ്കീം ചില കമ്പനികൾ കുറയ്ക്കുന്നതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവും ഇതിനെ ബാധിച്ചിട്ടുണ്ട്. UKയിലെ ഗ്രാജുവേറ്റ് ജോബ് പോസ്റ്റിംഗ് പാൻഡമിക്കിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലകളിലേക്ക് എത്തിയതായി പുതിയ ലേബർ മാർക്കറ്റ് ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സ്റ്റുഡൻസും ഗ്രാജുവേറ്റ്സും CV അയക്കുന്നതോടൊപ്പം വർക്ക് എക്സ്പീരിയൻസ്, നെറ്റ്വർക്കിംഗ്, ഇന്റേൺഷിപ്സ്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് എന്നിവയ്ക്കും പ്രാധാന്യം നൽകണം. NHS ജോലി അന്വേഷിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. NHS ജോബിൽ ഇപ്പോഴും വിവിധ ട്രസ്റ്റുകളിൽ നിരവധി വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലണ്ടനിൽ സെൻട്രൽ ആൻഡ് നോർത്ത് വെസ്റ്റ് ലണ്ടൻ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ്, ഗൈസ് ആൻഡ് സെന്റ് തോമസ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ് തുടങ്ങിയ ട്രസ്റ്റുകളിൽ പുതിയ വേക്കൻസീസ് കാണാം. അതുപോലെ ന്യൂകാസിൽ, ബ്രിസ്റ്റോൾ തുടങ്ങിയ സ്ഥലങ്ങളിലും ക്ലിനിക്കൽ വിഭാഗങ്ങളിലെ അവസരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിസിയോതെറാപ്പി, നഴ്സിംഗ്, ക്ലിനിക്കൽ ഫെലോ, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ വേക്കൻസി അന്വേഷിക്കുന്നവർ NHS ജോബ്സ് വെബ്സൈറ്റ് ദിവസവും പരിശോധിക്കുന്നത് പ്രയോജനകരമാണ്. ഇനി UKയിലെ കാലാവസ്ഥ. UKയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരേ രീതിയിൽ തുടരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ചൂട് ക്രമേണ കുറയുകയും കൂടുതൽ ഫ്രഷർ കണ്ടീഷൻ എത്തുകയും ചെയ്യുന്ന പാറ്റേണാണ് മെറ്റ് ഓഫീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ചില ഭാഗങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കൊപ്പം മഴയ്ക്കും സാധ്യതയുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട നിയമവാർത്തയിലേക്ക്. UKയിൽ സെക്ഷൽ അസോൾട്ട്, റേപ്പ്, ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്നിവ ഗുരുതരമായ ക്രിമിനൽ ഒഫൻസാണ്. പരാതി ലഭിച്ചാൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, എവിഡൻസ് കളക്ഷൻ, CPS ചാർജിംഗ് ഡിസിഷൻ, തുടർന്ന് കോർട്ട് പ്രോസസ്സിംഗ് എന്ന രീതിയിലാണ് സാധാരണ നടപടി. കുറ്റത്തിന്റെ ഗൗരവം, വിക്ടിമിന്റെ പ്രായം, വയലൻസ് ഉണ്ടായ തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ചാണ് ശിക്ഷ തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ ഉൾപ്പെടുത്തിയ സെക്ഷൽ ഒഫൻസിൽ നിയമം വളരെ കർശനമാണ്. അതിനാൽ ഇത്തരം കേസുകളിൽ പോലീസ്, CPS, കോർട്സ് എന്നിവയുടെ നടപടിക്രമങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് മുന്നോട്ടു പോകുന്നത്. യാത്ര ചെയ്യുന്നവർക്ക് മറ്റൊരു പ്രധാന വിവരം. UKയിലെ മോട്ടോർവേകളിലും മേജർ റോഡുകളിലും റോഡ് വർക്ക്സ്, മെയിൻ്റനൻസ്, ഇൻസിഡൻസ് എന്നിവ കാരണം ഇടയ്ക്കിടെ റോഡ് ക്ലോഷർ ഉണ്ടാകുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ മേജർ റോഡിന്റെ പ്ലാന്റ് ക്ലോഷർ നാഷണൽ ഹൈവേസ് ലൈവ് റോഡ് ക്ലോഷർ സർവീസിൽ പരിശോധിക്കാം. അതിനാൽ പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് യാത്രയ്ക്ക് മുൻപ് ഗൂഗിൾ മാപ്പ് മാത്രം നോക്കാതെ നാഷണൽ ഹൈവേസിന്റെ ലേറ്റസ്റ്റ് ട്രാവൽ ഇൻഫർമേഷൻ കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി കേരളത്തിലേക്ക്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ യാത്രക്കാരും പ്രദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും ബേ ഓഫ് ബംഗാളിൽ രൂപപ്പെടുന്ന ലോ പ്രഷർ ഏരിയ മൺസൂൺ ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ ഔദ്യോഗിക വെതർ വാർണിംഗ് പരിശോധിച്ച ശേഷം മാത്രമേ യാത്ര തീരുമാനിക്കാവൂ. സോഷ്യൽ മീഡിയയിലെ അൺഒഫീഷ്യൽ വാർണിംഗ്സ് മാത്രം ആശ്രയിക്കാതിരിക്കുന്നതാണ് സുരക്ഷിതം.
UK-യിൽ നിന്ന് കേരളത്തിലേക്ക് പോകുന്ന കുടുംബങ്ങൾ ഫ്ലൈറ്റ് യാത്രയ്ക്കും റോഡ് ട്രാവലിനു മുമ്പ് വെതർ അപ്ഡേറ്റ് പരിശോധിക്കുക. കേരളത്തിൽ പുതിയ പ്രയോറിറ്റി റേഷൻ കാർഡ്സ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സഹായം. കേരള സർക്കാർ 73,024 പുതിയ പ്രയോറിറ്റി റേഷൻ കാർഡ്സ് അനുവദിച്ചതായി റിപ്പോർട്ട്. ഓഗസ്റ്റ് 3 മുതൽ എലിജിബിൾ ഫാമിലീസിന് ഫ്രീ റേഷൻ ലഭ്യമാക്കുന്ന പദ്ധതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് ഇത് നേരിട്ട് ഗുണകരമായ ഒരു പ്രധാന വെൽഫെയർ അപ്ഡേറ്റ് ആണ്. UK മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന വാർത്തകളും ശ്രദ്ധേയമാണ്. UK-യിലെ വിവിധ കൗൺസിലിലും പബ്ലിക് ഓർഗനൈസേഷൻസിലും മലയാളികൾ ലീഡർഷിപ്പ് റോൾസ് ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശ്രദ്ധേയമാണ്. കൗൺസിലർ, മേയർ, കമ്മിറ്റി ചെയർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ എത്തുന്നത് നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. അവസാനമായി ഇമിഗ്രേഷൻ സംബന്ധിച്ച് ഒരു ചെറിയ അപ്ഡേറ്റ്സ്. സ്കിൽഡ് വർക്കർ വിസ ഹോൾഡേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് പാത്വേ സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും UK-യിൽ പ്രധാന വിഷയമാണ്. നിലവിലുള്ള റൂൾസും പ്രൊപ്പോസ്ഡ് ചേഞ്ചസും തമ്മിൽ വ്യത്യാസമുണ്ടാകാം. അതുകൊണ്ട് PR സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഗവൺമെന്റിന്റെ ലേറ്റസ്റ്റ് ഗൈഡൻസ് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ വാർത്തകൾ ചുരുക്കത്തിൽ. UK സർക്കാർ ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിനായി ബോറോയും പരിഗണിക്കുന്നു. കുട്ടികൾക്ക് ഓഗസ്റ്റ് മാസം ഫ്രീ ബസ് ട്രാവൽ ലഭിക്കുന്നു. NHS-ൽ ലണ്ടൻ, ബ്രിസ്റ്റോൾ, ന്യൂകാസിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി അവസരങ്ങൾ തുടരുന്നു. UK-യിൽ ചൂടിന് ശേഷം കാലാവസ്ഥ കൂടുതൽ ഫ്രഷറാകുന്നു. യൂറോപ്പിൽ ഹീറ്റ് വേവ് തുടരുകയാണ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയ വാർത്തയുമായി കാണുന്നതുവരെ നന്ദി.